എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് അതിന്റെ ഹാങ് ഓവർ ഒക്കെ മാറി എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് ഇപ്പോൾ മാർവലിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ പുതിയ മിനി സീരീസ് ആയിട്ടുള്ള എക്കോ ലഭിച്ചിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എക്കോ സീരീസ് എങ്ങനെയുണ്ട്, നിങ്ങൾ ആക്ച്വലി ഈ ഒരു സീരീസ് കാണണോ എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോർ അടിപ്പിക്കാതെ നമുക്ക് തുടങ്ങിക്കളയാം. സോ ആദ്യം തന്നെ എന്താണ് ഈ പറയുന്ന എക്കോ സീരീസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കാം. ഹോക്കൈ സീരീസ് നമ്മളിൽ കുറച്ചെങ്കിലും ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അതിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാർവൽ ക്യാരക്ടർ തന്നെയാണ് എക്കോ, അല്ലെങ്കിൽ മായ ലൂപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. ആൻഡ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറിയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു മിനി സീരീസിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഒരു രീതിയിൽ നമ്മൾ നോക്കിയാൽ ഹോക്കൈ സീരീസിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് നമുക്ക് എക്കോ സീരീസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഹോക്കൈ സീരീസിനകത്ത് കിൻപിന് ലാസ്റ്റ് ഒരു കാര്യം സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസേഴ്സും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ ഈ പറയുന്ന ക്യാരക്ടറിൻ്റെ ഒറിജിൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ ഒരു സീരീസ് കാണാവുന്ന തന്നെയാണ്. പിന്നെ ഈ ഒരു സീരീസ് ചെയ്ത ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള മാർവലിൻ്റെ ഒരു സീരീസോ സിനിമയോ നിങ്ങൾ ഈ ഒരു സീരീസ് കാണാൻ വേണ്ടി നിങ്ങൾ കാണണ്ട. അതായത് നിങ്ങളൊരു കംപ്ലീറ്റ് പുതിയൊരാളാണ്. ഈ ഒരു MCU സിനിമാറ്റിക് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയില്ല. നിങ്ങളൊരു ക്രൈം സീരീസ് കാണാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് കാണാവുന്നത് തന്നെയാണ്. കാരണം എൻഡിങ്ങിലേക്ക് എത്തുമ്പോഴേ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി MCUവിൻ്റെ കണ്ടിന്യൂറ്റി വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയയും ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആയിട്ട് കൂടി എനിക്ക് തോന്നി. അത് ഈ ഒരു സീരീസിൻ്റെ പ്ലസ് പോയിന്റ് കൂടി തന്നെയാണ്. പിന്നെ ഈ ഒരു മിനി സീരീസിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 5 എപ്പിസോഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ടായിരുന്ന മാർവൽ സത്യം ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സീരീസിനകത്ത് 8 എപ്പിസോഡായിരുന്നു എന്നാണ്. പക്ഷേ അത് 5 എപ്പിസോഡാക്കി കുറച്ചെങ്കിലും എനിക്ക് അത്രയ്ക്ക്, അതായത് എന്തെങ്കിലും മിസ്സിങ് ആയോ എന്തോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മേ ബി ചിലപ്പോൾ ആ ഒരു 3 എപ്പിസോഡ് ഫില്ലേഴ്സ് ആയിരുന്നായിരിക്കാം. സോ ഒരു 5 എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ പറയുന്ന 5 എപ്പിസോഡ് യൂഷ്വലി നമ്മൾ മാർവലിൻ്റെയും ഡിസ്നിയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഏതൊരു സീരീസ് ഇറക്കുവാണെങ്കിലും വീക്ക്ലി ബേസിസ് ആണ് ഓരോ എപ്പിസോഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്കോ സീരീസ് അങ്ങനെയല്ല. നമുക്ക് ഈ 5 എപ്പിസോഡും ഡേ 1 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നല്ലൊരു അപ്രോച്ചായിട്ട് എനിക്ക് തോന്നി. കാരണം അധികം വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മേ ബി ചിലപ്പോൾ അത് മാർവലിന് വലിയ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ആഴ്ചയിലും ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന് ഈ ഒരു സീരീസ് കാണുമെന്ന് ആൾക്കാർക്ക്, അതായത് മാർവലിന് ചിലപ്പോൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നിരിക്കില്ല. കാരണം ഈ ഒരു സീരീസിൻ്റെ ആവശ്യം തന്നെ ഉണ്ടോ എന്ന് ഒത്തിരി ആൾക്കാർ ഓൺലൈനിൽ നോക്കുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, എന്താണ് ഈ സീരീസിൻ്റെ ഇത്രയും വലിയ പ്രശസ്തി എന്നുള്ളൊരു കാര്യങ്ങൾ എല്ലാം തന്നെ. സോ എന്താണെങ്കിലും 5 എപ്പിസോഡേ ഉള്ളൂ. 5 എപ്പിസോഡ് നിങ്ങൾക്ക് ഇന്ന് തന്നെ കാണാവുന്നത് തന്നെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്കോ അല്ലെങ്കിൽ മായ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒറിജിൻ സ്റ്റോറി നമുക്ക് എന്താണ് ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വിൽസൺ ഫിസ്ക് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇത്രത്തോളം വളർന്നത്, അതായത് എങ്ങനെയാണ് ഇവർ കണ്ടുമുട്ടി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു എപ്പിസോഡിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി കിൻപിൻ ഈ ഒരു സീരീസിൻ്റെ വൺ ഓഫ് ദ ഒരു ബിഗ്ഗസ്റ്റ് വില്ലൻ കൂടി തന്നെയാണ്. സോ അത് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു എപ്പിസോഡ് ത്രൂ ഔട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇവരുടെ ക്ലാൻസും കാര്യങ്ങളും എല്ലാവരും നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഓവറോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് അവർ ഇറക്കിയ ഒരു 5 എപ്പിസോഡിൻ്റെ ഒരു മിനി സീരീസ് ആയിട്ട് നമുക്കിതിനെ കൂട്ടാം. സോ ഇനി നമുക്ക് ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവ്സിലേക്ക് നോക്കാം. പോസിറ്റീവ്സിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അലാക്വ കോക്സ്. പുള്ളിക്കാരിക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു എക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കിഡിലനായിട്ട് തന്നെ പുള്ളിക്കാരിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡയലോഗ്സ് ഇല്ലാത്ത ക്യാരക്ടറാണെന്നുള്ളൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ എങ്ങനെ അത്രത്തോളം എഫേർട്ട് എടുത്ത് ആ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട കിൻപിനെ കുറിച്ച് തന്നെയാണ്. കിൻപിനും ഈ ഒരു സീരീസിനകത്ത് പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എസ്പെഷ്യലി എടുത്ത് പറയുന്ന അമ്മൂമ്മ ഇതിനകത്ത് ഭയങ്കര പൊളിയായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എടുത്ത് പറയേണ്ട ഈ ഒരു സീരീസിനകത്തുള്ള ആക്ഷൻസ് തന്നെയാണ്. ആൻഡ് ചില ആക്ഷൻ സീക്വൻസിനകത്തുള്ള കോറിയോഗ്രാഫിയും അവർ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് അത്യാവശ്യം അവർ എഫേർട്ട് ഇട്ട് തന്നെയാണ് ഇതിനകത്തുള്ള ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അല്ല ജസ്റ്റ് ഒരു നെയിം സേക്ക് ഒരു ആക്ഷൻ എന്നുള്ള രീതിയിലല്ല അവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ ചില ആക്ഷൻ സീക്വൻസും അവർക്ക് ഇതിനകത്ത് സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സത്യം പറഞ്ഞ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സിൽ എനിക്ക് തോന്നിയ. സ്റ്റോറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറി, ഓക്കെ സ്റ്റോറി എന്നുള്ളൊരു കാര്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓവറോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവ്സിലുള്ളത്. ഇനി നമ്മൾ നെഗറ്റീവ്സിലേക്ക് പോകണേ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു അലക്വ കോക്സ് എക്കോൻ്റെ ക്യാരക്ടറിനെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നിരുന്നാൽ തന്നെ
പുള്ളിക്കാരി അത്ര ഒരു ലൈക്കബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയൊന്നും ആലോചിച്ച് നോക്കും, നമ്മൾ ഏതൊരു കോമിക് ബുക്ക് അല്ലെങ്കിൽ ഏതൊരു സിനിമ കാണുമ്പോഴും നമുക്ക് ആ ഒരു ക്യാരക്ടറായിട്ട് റിലേറ്റബിൾ ചെയ്യാൻ പറ്റണം, നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ ലൈക്കബിൾ ആയി കഴിഞ്ഞാലേ നമുക്ക് ആക്ച്വലി പേഴ്സണലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ഈ ഒരു ക്യാരക്ടറിൽ കൂടെ നമുക്ക് വരുന്നില്ല. അത് ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കും, എനിക്കത് തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ലൈക്കബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നീട് ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവർ ഈ ഒരു കോപ്പ് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന TV മെച്യൂർഡ് എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു. ആൻഡ് ഓരോ എപ്പിസോഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിനകത്ത് മത്തങ്ങ അക്ഷരത്തിൽ വാർണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് TV മെച്യൂർഡ് ഷോ ആണ്, TV മെച്യൂർഡ് ഷോ ആണെന്നുള്ളൊരു കാര്യം. അതായത് അത് കേൾക്കുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി വിചാരിക്കും ഇതിനു മുമ്പ് നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ കണ്ടിട്ടുണ്ടായിരുന്ന പണിഷർ, ഡെയർ ഡെവിൾ, ഈ പറഞ്ഞ സീരീസ് പോലെ തന്നെ മെച്യൂർഡ് ആയിട്ടുള്ള ബ്ലഡ് ആൻഡ് ഗോറൊക്കെ ആയിട്ടുള്ള ഒരു ഷോ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു അഡൾട്ട് അല്ലെങ്കിൽ ഡാർക്ക് ടോൺസ് ഒക്കെ ആയിരിക്കും അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെ നിങ്ങൾ വിചാരിച്ചു പോയാൽ അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. കാരണം ഇവരുടെ രീതിയിലുള്ള ഈ ഒരു എന്താ പറയുക TV മെച്യൂർ റേറ്റിംഗ് തന്നെ ഇതിനെങ്ങനെയാണ് കിട്ടിയെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യമേ ഞാൻ പറയാം, ഇതൊരു PG-13 ഷോയാണ്. അവർ ജസ്റ്റ് നമ്മളെ ആ ഒരു ഫാൻസ്, അതായത് ഡെയർ ഡെവലിൻ്റെ ഫാൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്ത് തേങ്ങയാണ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ TV മെച്യൂർ റേറ്റിങ്ങിൽ മാർവൽ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ, ചില ക്യാരക്ടർ മരിച്ചു വരുമ്പോൾ നമുക്ക് ബ്ലഡ് കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ വേറെ എങ്ങും നോക്കിയാൽ നമുക്ക് മാർവലിൽ കാണാൻ കഴിയില്ല, പക്ഷെ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്, ബ്ലഡ് കാണാൻ കഴിയുന്നുണ്ട്. അത് കൂടാതെ തന്നെ ചില ആൾക്കാരെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ബുള്ളറ്റ് അവരുടെ മേത്ത് കൊല്ലുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സാധനത്തിനാണ് അവർ TV മെച്യൂർ റേറ്റിങ്ങിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് എന്ത് കോപ്പിനാന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച്, ഇത്രയും വലിയ മത്തങ്ങ വാണിംഗ് ഒക്കെ എഴുതിയിട്ട് ചുമ്മാ ഹൈപ്പ് ബിൽഡ് ചെയ്യാതെ നിങ്ങൾ എല്ലാ എപ്പിസോഡും നിങ്ങൾ കണ്ടു നോക്ക്. എസ്പെഷ്യലി ലാസ്റ്റത്തെ എപ്പിസോഡിലൊക്കെ വരുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇത് TV മെച്യൂർഡാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. ഒരു എന്താ പറയണ്ട, അറ്റ്ലീസ്റ്റ് ഒരു ആൾക്കാർ ആൽക്കഹോൾ കുടിക്കുന്നൊരു കാര്യം പോലും നമുക്ക് ഇതിനകത്തില്ല. അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുമല്ല, ഒരു TV മെച്യൂർ റേറ്റിംഗ് കൊടുക്കുന്ന ഒരു സീരീസിനകത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനങ്ങൾ തന്നെയാണ് ബ്രൂട്ടലായിട്ടുള്ള ആക്ഷൻ സീക്വൻസ്. എന്തിനു കൂടുതൽ പറയണം, പനീഷർ ഞാൻ പറയുന്നില്ല, അത് ഭയങ്കര ബ്രൂട്ടലാണ് ആ സീരീസ്. ഡെയർ ഡെവൽ നിങ്ങൾ എടുത്തു നോക്ക്, നമുക്കറിയാം അത് നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസ് ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാകുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ പുതിയ ഡെയർ ഡെവലിൻ്റെ സീരീസ് ഡിസ്നിയുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നുണ്ട്. അതും TV മെച്യൂർ റേറ്റിംഗ് എന്നാണ് ഡിസ്നി പറയുന്നത്. ഇതാണ് ഇവിടുത്തെ TV മെച്യൂർ റേറ്റിംഗ് എങ്കിൽ അതും ഒരു പരാജയം തന്നെയായിരിക്കും. പരാജയമല്ല, തോൽവിയായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അമ്മാതിരി TV മെച്യൂർ റേറ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ അവർ ഇതിനകത്ത് കൊണ്ടുവന്നേക്കണേ. ആൻഡ് അത് കണ്ട് നിങ്ങൾ ആരും ആക്ച്വലി ഒരു സീരീസ് കാണാൻ പോകരുത്, പഴയ പനീഷർ ആയിരിക്കും, ഡെയർ ഡെവിൽ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം അതൊന്നുമല്ല, ഇത് ഡിസ്നിയുടെ TV മെച്യൂർ റേറ്റിംഗ് ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ആ കൂടി കാണാൻ കഴിയുന്ന ബ്ലഡ്, പിന്നെ ബുള്ളറ്റ് ഒരാൾക്കിട്ട് കൊല്ലുന്നത്, ഇതാണ് അവരുടെ TV മെച്യൂർഡ്. വേറൊരു തേങ്ങയെക്കൂടെ ഇതിനകത്ത് നമുക്ക് ആക്ച്വലി മെച്യൂർ റേറ്റിംഗിൽ നമുക്ക് കിട്ടുന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 5 എപ്പിസോഡിനകത്ത് ചില എപ്പിസോഡ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവർ ഹോക്കൈ സീരീസ് ഷൂട്ട് ചെയ്യണതിൻ്റെ കൂടെ തന്നെ ഇവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡ് പോലെയൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഓരോ സീരീസ് ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് ബിഹൈൻഡ് ദ സീൻസ് ഉണ്ടാവും, അത് കൂടാതെ തന്നെ ഫില്ലേഴ്സ് ഉണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി അത് മെയിൻ സീരീസിൻ്റെ ആ ഒരു ലിസ്റ്റിലേക്ക് വന്നപ്പോഴത്തേ അവർ കട്ട് ചെയ്ത് മാറ്റി വെച്ചതുപോലെ. ആൻഡ് ആ എപ്പിസോഡൊക്കെ ഇതിനകത്ത് അവർ കാണിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നു ഇല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ എസ്പെഷ്യലി എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസിൻ്റെ എൻഡിങ്, സ്റ്റാർട്ടിങ് കുറേ ആക്ഷൻസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അത് ഒരു രീതിയിൽ ഗ്രൗണ്ടഡ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഡെയർ ഡെവലിന് പ്രത്യേകിച്ച് സൂപ്പർ പവർ ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. ഡെയർ ഡെവൽ എങ്ങനെയാണോ പോയത് ആ ഒരു രീതിയിൽ കൂടി തന്നെയാണ് എക്കോ പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻഡിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഇതൊരു സൂപ്പർ ഹീറോ സീരീസ് ആണല്ലോ, അപ്പോൾ എങ്ങനെയെങ്കിലും മാർവലിന് സൂപ്പർ ഹീറോ പവേഴ്സ് കൊണ്ടുവരണമല്ലോ. അത് നമുക്കിതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ തന്നെ ഒരു എപ്പിക് ഫൈറ്റ് അല്ലെങ്കിൽ ഒരു എപ്പിക് ഫിനാലെ പ്രതീക്ഷിച്ച് ആരും പോകരുത്. കാരണം അതല്ല നമുക്കിതിനകത്ത് കിട്ടുന്നത്. ലാസ്റ്റത്തുള്ള ആ ഒരു കിൻപിൻ്റെ ആ ഒരു കാര്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നിങ്ങൾ കാണുന്ന ലാസ്റ്റത്തെ എപ്പിസോഡിൽ എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു എപ്പിക് ഫിനാലെ അല്ലെങ്കിൽ ഒരു എപ്പിക് ആക്ഷൻ സീക്വൻസ് വിചാരിച്ച് ആരും എൻ്റെ ക്ലൈമാക്സിലേക്കും പോകരുതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു ക്ലൈമാക്സ് എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിരുന്നാൽ തന്നെ ഷീ ഹൽക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേ ഇത് വേ ബെറ്റർ ആയിട്ടുള്ളൊരു ക്ലൈമാക്സാണ്. അവർ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നും കൂടി എനിക്ക് പറയാൻ പറ്റും. സോ ഓവറോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ദ എക്കോ സീരീസിനെ കുറിച്ച് ഓവറോൾ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള എൻ്റെ ഒപ്പീനിയൻസ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 6 out of 10. ഇറ്റ്സ് എ വൺ ടൈം വാച്ച്. ഒരു നോർമൽ ഓഡിയൻസിൻ്റെ ഇതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 5 out of 10 എന്നും എനിക്ക് പറയാൻ പറ്റും. കാരണം ഒരു ആവറേജ് ആയിട്ടുള്ളൊരു സീരീസ് ആയിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. 6 ഞാൻ കൊടുത്തത് മാർവൽ ഫാൻസിന് വേണ്ടി മാത്രമാണ് ഞാൻ 6 കൊടുത്തത്. നോർമൽ ഓഡിയൻസിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 5ൽ കൂടുതൽ റേറ്റിംഗ് ഈ ഒരു സീരീസിന് കൊടുക്കാൻ സാധിക്കില്ല.
സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ള ഒരു കാര്യം. നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടോ, നിങ്ങൾ ഇനി മാർവലിൻ്റെ ഏത് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് മച്ച് അവൈറ്റഡ് ആയിട്ട് ഇരിക്കണേ എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ ഈ ഒരു സീരീസിനകത്ത് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടിയുണ്ട്, അതും കൂടി കാണണം. എന്തായാലും ഇത്രയും കണ്ടാണ് നിങ്ങൾ. സോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.